Hi everyone, welcome back to Kavita Sugar and Spice. എല്ലാവരും കൊറോണയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് അടുത്ത 2 ആഴ്ച വീടുകളിൽ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ലെഫ്റ്റ് ഓവർ ഭക്ഷണം കൊണ്ടും അല്ലെങ്കിൽ ഉള്ള മിനിമം ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ എങ്ങനെ സ്വാദിഷ്ടമായ കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള അതിന് പറ്റിയ റെസിപ്പീസാണ് അടുത്ത 2 ആഴ്ച ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൊറോണയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്നത് കുറേ ആൾക്കാർ ഒരുപാട് പാനിക് ചെയ്യുന്നവരുമുണ്ട്, അതോടൊപ്പം ഒരുപാട് കെയർലെസ് ആയവരുമുണ്ട്. അപ്പോൾ പാനിക് ചെയ്യുന്നവർ ചെയ്യുന്നത് കടകളിലൊക്കെ പോയി അവിടെയുള്ള മുഴുവൻ സാധനവും എടുത്ത് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതൊട്ടും ശരിയായ ഒരു ഏർപ്പാടല്ല. മറ്റുള്ളവരോട് കുറച്ച് കൺസിഡറേഷനോട് കൂടി അവനവൻ്റെ ആവശ്യത്തിന് മാത്രമുള്ള സാധനം എടുത്തു കൊണ്ടുപോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതുപോലെ ഗവൺമെൻറ് പല റെസ്ട്രിക്ഷൻസും വെച്ചിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഫോളോ ചെയ്യാതെ ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കെയർലെസ്സായി നടക്കുന്നതും ഒട്ടും ശരിയല്ല. എല്ലാവരും കൂടി ഒരുമിച്ചൊരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കിതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പാനിക്കും ചെയ്യാതെ കെയർലെസ്സും ആവാതെ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ലെവലായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിയുന്നതും ഗ്യാതറിങ്സും ഗെറ്റ് ടുഗെദേഴ്സും ഒക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു മാസ്ക് ഇടാൻ മറക്കരുത്. ഒരു സ്ഥലത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ കൈ നന്നായി സോപ്പിട്ട് കഴുകാനും മറക്കരുത്. പുറത്തേക്ക് ഇട്ട തുണികളൊക്കെ നനയ്ക്കാനായിട്ട് ഇട്ടിരിക്കണം. ഇനി അഥവാ സോപ്പോ വെള്ളമോ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ കയ്യിലൊരു സാനിറ്റൈസർ എപ്പോഴും ഉണ്ടാവുക. സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ എപ്പോഴും ക്ലീനായി വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സെൽഫ് ഇമ്മ്യൂണിറ്റി നിങ്ങൾ നന്നായി കൂട്ടണം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, ഓറഞ്ച്, ഈവൻ തക്കാളി, ഇതിലൊക്കെ നല്ലോണം വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യുന്ന ഈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കഴിക്കുക. എൻ്റെ ചാനലിൽ ഞാൻ ഹോം മെയ്ഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നതും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ വേറൊരു സംഗതി, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ ആയിട്ടുള്ള നമസ്തയാണ് ഇപ്പം ലോകമെമ്പാടും ഉള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അതായത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നില്ല. നമുക്കത് ശീലമുള്ളൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ കൈയും കാലും കഴുകലും ഒക്കെ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനിൽ ഉള്ള ഒരു സംഗതിയാണ്. നമുക്കത് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങേയറ്റം ക്ലീനായി നടക്കുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ച് കെയർഫുള്ളായി ഫോളോ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഈ കൊറോണ വൈറസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ്, ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസ് എന്നൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെയും ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് ഈ അവസരത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരെയും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.